വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. യൂസ് ഫോർ മൈ ടാലന്റ് എന്ന ഡ്രാമയുടെ 5ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നനഞ്ഞു കുളിച്ചു വന്ന ശിവാൻജിയെ തൻ്റെ അരികിലേക്ക് പിടിച്ചു നിർത്തി ലൂഷ്യൻ പിന്നെയും അതിൻ്റെ പേര് പറഞ്ഞ് തർക്കിച്ചു നിൽക്കുകയാണ്. നമ്മളിങ്ങനെ സംസാരിച്ചു നിന്നല്ല അത്രയും നേരം കൂടി ഇവൾ ഇങ്ങനെ നിൽക്കേണ്ടി വരും എന്ന് റെൻഷി പറഞ്ഞപ്പോൾ ലൂഷ്യൻ തൽക്കാലം വഴക്ക് മതിയാക്കി അവളെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. റെൻഷി അവിടെ നിന്ന് നേരെ പോയതൊരു ടെക്സ്റ്റൈൽസിലേക്കാണ്. ഇന്ന് BG കമ്പനിയിൽ വെച്ച് ഓരോരുത്തർക്കും ഫേസ് ചെയ്യേണ്ടുന്ന പ്രശ്നങ്ങൾ ആരോ കരുതിക്കൂട്ടിച്ചതുപോലെ ഉണ്ടായിരുന്നു. വെഞ്ചിയെ കൂടി കണ്ടതുകൊണ്ട് അവൻ തന്നെയാണ് അതിൻ്റെ പുറകിലെന്നാണ് എൻ്റെ സംശയം എന്ന് റെൻഷി പറയുന്നുണ്ട്. ശിവാജിയുടെ ഡ്രസ്സിൽ വെള്ളം വീണതുകൊണ്ട് കോമ്പൻസേഷനായി പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനാണ് അവർ വന്നിരിക്കുന്നത്. രണ്ടുപേരും കൂടി ഡ്രസ്സും പിടിച്ച് നിൽക്കുന്ന കണ്ട് ആരാണ് ധരിക്കാൻ പോകുന്നത്, എൻ്റെ സഹായം വല്ലതും വേണമെന്ന് കടയിലൊരു സ്റ്റാഫ് അവർക്കരികിലേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ നിൽപ്പ് കണ്ടപ്പോൾ അവർ കപ്പിൾസ് ആയിരിക്കുമെന്ന് അവർ തെറ്റിദ്ധരിച്ചതാണ്. കാര്യം മനസ്സിലായതിനാൽ ഇത് ഞങ്ങൾക്കല്ല, ഗിഫ്റ്റ് കൊടുക്കാനാണ് എന്ന് അവർ പറയുന്നുണ്ട്. ഡ്രസ്സൊക്കെ മാറ്റി വന്ന ശിവാൻജിക്ക് ലൂഷ്യൻ ജിഞ്ചർ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നു. അവൾ തുമ്മുന്നത് കണ്ടപ്പോൾ അവനൊരു പുതപ്പെടുത്ത് പുതപ്പിച്ചിട്ട് നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരെ അച്ഛൻ അറിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം തകരും എന്നവൻ പറയുന്നു. അച്ഛനോട് പറയരുത്, അച്ഛനും ജിഞ്ചയ്ക്കും ഞാൻ ക്ലീൻ ഫെസ്റ്റിൽ ജോലി ചെയ്യുന്ന കാര്യം അറിയുക പോലുമില്ല എന്നവൾ പറയുന്നു. ഇത്ര കഷ്ടപ്പാടാണെങ്കിൽ നിനക്ക് ആ ജോലി വേണ്ടെന്ന് വെച്ചുകൂടെ? നിന്റെ ബോസ് നല്ല ബോധത്തിലാണ് എന്നെനിക്ക് തോന്നുന്നില്ല. നിനക്കതിന് ബോസിനെ പരിചയമൊന്നുമില്ലല്ലോ, 1-2 തവണ കണ്ടിട്ടുള്ളതല്ലേ ഉള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെ അറിയാനാണെന്ന് അവൾ തിരിച്ചു ചോദിക്കുന്നു. ലൂഷ്യൻ എന്തോ മറുപടി പറയാൻ തുടങ്ങിയെങ്കിലും അപ്പോഴേക്കും ആരോ കോളിംഗ് ബെൽ അടിക്കുന്നതിനാൽ അവൻ എഴുന്നേറ്റ് വാതിൽ തുറക്കാനായി പോകുന്നു. റെൻഷി ആയിരുന്നു പുറത്ത്. ലൂഷ്യൻ വാതിൽ തുറക്കുന്ന കണ്ട് നീ എന്താ ഇവിടെ എന്നവൻ ചോദിക്കുന്നു. അത് നിന്നോട് പറയേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇവിടെ എന്ന് ലൂഷ്യൻ തിരിച്ചു ചോദിക്കുന്നു. അത് നിന്നോട് പറയേണ്ട കാര്യം എനിക്കുമില്ല, ഇത് നിന്റെ വീടൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് റെൻഷി അകത്തേക്ക് കയറുന്നു. ജോലിക്കിടയിൽ പറ്റിയ പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞ് അവൻ അത് അവൾക്ക് നിൽക്കുന്നു. അതിൻ്റെ പേരും പറഞ്ഞ് ലൂഷ്യൻ വീട് തർക്കിക്കാൻ തുടങ്ങുന്നത് കണ്ട് എനിക്കൊന്ന് റെസ്റ്റ് എടുത്താൽ കൊള്ളാമെന്നുണ്ട് എന്ന് ശിവാൻജി പറയുന്നു. പക്ഷെ മടങ്ങിപ്പോകുന്ന കാര്യം പറഞ്ഞ് രണ്ടുപേരും കൂടി വീണ്ടും തർക്കിച്ചെങ്കിലും അവസാനം ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച് അവിടെ നിന്ന് പോകുന്നു. ശിവാൻജി മുറിയിലെത്തി ഡ്രസ്സ് എടുത്ത് നോക്കുന്നുണ്ട്. വൈറ്റ് നിനക്ക് നന്നായി ചേരുമെന്നെഴുതിയ ഒരു കാർഡും അവൻ അതിനൊപ്പം വെച്ചിരുന്നു. അവൻ അന്ന് കാണിച്ച കെയറിങ് ഓർത്ത് ശിവാൻജിയുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നു. അടുത്ത ദിവസം അവൾ ആ ഡ്രസ്സ് ധരിച്ചാണ് ജോലിക്ക് പോകാൻ ഇറങ്ങിയത്. വണ്ടി തുടച്ചുകൊണ്ട് താഴ്ന്നിൽപ്പുണ്ടായിരുന്ന ലൂഷ്യൻ ഈ ഡ്രസ്സ് നിനക്ക് നന്നായി ചേരുന്നുണ്ടെന്ന് പറഞ്ഞെങ്കിലും റെൻഷി കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് ചേരുന്നുണ്ടെന്നേ ഉള്ളൂ, ഡ്രസ്സ് അത്ര പോരാ എന്ന് പറയുന്നു. ഞാനിന്ന് സ്പെഷ്യലായിട്ട് ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇട്ടതെന്ന് പറഞ്ഞിട്ട് ശിവാൻജി യാത്ര പറഞ്ഞ് പോകുന്നു. ശിവാൻജി ഓഫീസിലെത്തിയപ്പോൾ ഹുയു ഓടി അവൾക്കരികിലേക്ക് വന്നിട്ട് നിനക്ക് ഈ ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്, നിനക്ക് ഇത്ര ഭംഗിയുണ്ടായിരുന്നു എന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ പുകഴ്ത്തുന്നുണ്ട്. നീ ഇന്ന് ഡേറ്റിന് വല്ലതും പോകുന്നുണ്ടോ എന്നും അവൻ ചോദിക്കുന്നു. എനിക്കിന്ന് പ്രധാനപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട് എന്ന് മാത്രം അവൾ പറയുന്നു. അപ്പോഴേക്കും കുറച്ചു മാറി അവരെ ശ്രദ്ധിച്ചുകൊണ്ട് നിന്നിരുന്ന റെൻഷി ഡോങ്ഷിക്കൊപ്പം അവിടേക്ക് വരുന്നുണ്ട്. തലേന്നത്തെ അവൻ്റെ കോട്ട് കഴുകി ഉണക്കിയതാണ് എന്ന് പറഞ്ഞ് അവൾ തിരികെ നൽകുന്നു. ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട് എന്ന് അവൻ പറയുന്നു. അവളുടെ കഴുത്തിൽ ഒരു നൂലിരിക്കുന്ന കണ്ട് അവൻ എടുത്തുക്കാനായി മുന്നോട്ട് ചെന്നപ്പോൾ കാര്യം അറിയാതെ അവളൊന്ന് പേടിക്കുന്നുണ്ട്. റെൻഷി വിചാരിക്കുന്നത് അവൾ ഇന്ന് കാണാൻ പോകുന്ന പ്രധാന വ്യക്തി താനായിരിക്കുമെന്നാണ്. നാണക്കേട് കൊണ്ടായിരിക്കും അവൾ അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയാത്തതെന്നാണ് അവൻ കരുതിയത്. ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ശിവാൻജി ഉണ്ടാക്കിക്കൊണ്ട് വന്ന സൂപ്പിൻ്റെ ടേസ്റ്റ് ശരിക്കും പിടിച്ചതിനാൽ അന്ന് അവൻ ഡോങ്ഷിയെ കൊണ്ട് പുറത്തുനിന്ന് സൂപ്പ് വാങ്ങിച്ചപ്പോഴെങ്കിലും അത് തുറന്നപ്പോഴേ സ്മെല്ല് ഇഷ്ടപ്പെടാതെ അത് കളഞ്ഞേക്കാൻ അവൻ പറയുന്നുണ്ട്. വെറുതെ കളയണ്ട, ഞാൻ കുടിച്ചോളാമെന്ന് പറഞ്ഞ് ഡോങ്ഷി അതും എടുത്തുകൊണ്ട് പോകുന്നു. ശിവാൻജിയുടെ കിസിന് സൂപ്പിൻ്റെ അതേ ടെസ്റ്റ് ആയിരുന്നല്ലോ എന്ന് ചിന്തിച്ച് അവൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ സ്റ്റാഫിൻ്റെ കോഫി കപ്പ് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തെത്തി കൂട്ടത്തിൽ നിന്ന് ശിവാൻജിയുടെ കപ്പ് കണ്ടുപിടിച്ച് അതെടുത്തിട്ട് അതിന് പകരം അതേപോലെ തന്നെയുള്ള മറ്റൊരു കപ്പ് വയ്ക്കുന്നു. ആ സമയത്ത് ശിവാൻജി അവിടേക്ക് വരുന്നതിനാൽ അവൻ കപ്പ് ഒളിപ്പിച്ച് പിടിക്കുന്നുണ്ട്. ബോസ് ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് അവൾ ചോദിച്ചപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വൃത്തി പരിശോധിക്കുകയായിരുന്നു എന്നവൻ കള്ളം പറയുന്നു. അവൾ വെള്ളം കുടിക്കാനായി കപ്പെടുത്തപ്പോൾ ഇത് കണ്ടിട്ട് പുതിയതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞെങ്കിലും അവൻ കേൾക്കാത്ത മട്ടിൽ നിൽക്കുന്നു. അവൾ ക്ലീനിങ്ങിനായി ഒരു കസ്റ്റമറുടെ വീട്ടിൽ പോയിരുന്നതിനാൽ അത് എന്തായി, ഫിനിഷ് ചെയ്തോ എന്നവൻ ചോദിക്കുന്നു. ഫിനിഷ് ചെയ്യാൻ പോയിട്ട് വീടിനകത്ത് കയറാൻ പോലും അയാൾ എന്നെ സമ്മതിച്ചില്ല എന്നവൾ പറയുന്നു. കാലിൻ്റെ പരിക്ക് കാരണം ടെന്നീസിൽ നിന്ന് വിരമിച്ച ഒരു കളിക്കാരൻ്റെ വീടായിരുന്നു അത്. വീൽ ചെയറിലിരുന്നാണ് അയാൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. പക്ഷേ അയാൾ എന്നെ വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കാതെ വാതിലടച്ചു കളഞ്ഞു എന്നവൾ പറയുന്നു. ഇതുകൊണ്ടാണ് ഞാൻ വീടുകളിലെ ക്ലീനിങ് എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കാത്തത്. കമ്പനികളാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അയാൾ അനുവാദം തരാതിരുന്നത് കൊണ്ട് നിന്റെ തെറ്റാണ് എന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. മറ്റാരും അടുത്തില്ലാത്തതുകൊണ്ട് ഇപ്പോഴെങ്കിലും അവൾ പുറത്തു പോകാൻ തന്നെ ക്ഷണിക്കും എന്നാണ് അവൻ കരുതിയത്. പക്ഷെ വെള്ളമെടുത്ത് പോയതല്ലാതെ അവൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നാണക്കേട് കൊണ്ടായിരിക്കും എന്നാണ് അവൻ കരുതിയത്. അവൻ തൻ്റെ കോട്ട് ചേഞ്ച് ചെയ്ത് ശിവാൻജി കഴുകി ഉണക്കിക്കൊണ്ടുവന്ന കോട്ട് എടുത്തിരുന്നുണ്ട്. ഇടയ്ക്ക് അവൻ അവളെ ഓഫീസിലേക്ക് ജോലിക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനെന്നും വിളിപ്പിക്കുന്നു. ജോലിയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പുറത്തു പോകാൻ ക്ഷണിക്കുമെന്ന പ്രതീക്ഷിക്കുന്ന അവനോട് ഇന്നെനിക്ക് ലീവ് തരുമോ, എനിക്ക് പ്രധാനപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. അവൾ മീറ്റ് ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട ആൾ താനില്ല എന്നറിഞ്ഞതും റെൻഷിയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന പുഞ്ചിരിമായിരുന്നു. നീ നന്നായി ജോലി ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടിട്ട് അവൻ അവളെ പറഞ്ഞയക്കുന്നു. എന്നിട്ടും ദേഷ്യം തീരാതെ അവൾ കൊണ്ടുവന്ന കോട്ടൂരി കളയുകയും അതിനൊപ്പം
താങ്ക് യു ബോസ് എന്ന് അവൾ എഴുതി വെച്ചിരുന്ന കാർഡെടുത്ത് വേസ്റ്റ് ബിന്നിൽ കളയുമൊക്കെ ചെയ്യുന്നു. അവൾ ആരായിരിക്കും കാണാൻ പോകുന്നതെന്ന് ചിന്തിച്ച് അവനാകെ അസ്വസ്ഥനാകുന്നുണ്ട്. ശുഭാൻജി പോയത് സെമിത്തേരിയിലേക്കായിരുന്നു. അവളുടെ അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അതിന് അമ്മയ്ക്ക് കേക്കും വാങ്ങി അമ്മയെ കാണാനായി പോയതാണ് അവൾ. അമ്മയുടെ കല്ലറയ്ക്ക് മുന്നിൽ കേക്ക് വെച്ച് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജുൻജയും ബൊക്കയുമായി അവിടെ എത്തിയെങ്കിലും അവൻ അവളുടെ അടുത്തേക്ക് പോകാതെ അവിടെ തന്നെ നിൽക്കുന്നു. ജോലി കിട്ടിയ കാര്യവും പക്ഷേ അവിടുത്തെ മാനുവൽ ഡിപ്പാർട്ട്മെൻറ്റിൽ 3 മാസത്തിനുള്ളിൽ പിരിച്ചുവിടാൻ സാധ്യതയുള്ളതുകൊണ്ട് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അവൾ സങ്കടം പറയുന്നുമെല്ലാം അവൻ അവിടെ നിന്ന് കേൾക്കുന്നു. ജുൻജയെ കോളേജിൽ വിടാൻ ഞാൻ കൂടുതൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ എന്നൊക്കെ അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ അവന് സങ്കടമാകുന്നു. അവിടെ നിന്ന് തിരിച്ച് വീടിനടുത്തെത്തിയിട്ടും ശിവാൻജി സങ്കടത്തിൽ തന്നെ ആയിരുന്നതിനാൽ അവൾ വീട്ടിലേക്ക് പോകാതെ അവിടെ തന്നെ ഗ്രൗണ്ടിലുള്ള ഒരു ഊഞ്ഞാലിൽ ചെന്നിരിക്കുന്നു. അവൾ മൂഡ് ഓഫ് ആയിരിക്കുകയാണെന്ന് മനസ്സിലാകുന്ന ലൂഷ്യൻ ഒരു ഐസ്ക്രീമും വാങ്ങി അവൾ കരയിലേക്ക് പോകുന്നു. മൂഡ് ഓഫ് മാറാൻ ഐസ്ക്രീം നല്ലതാണെന്ന് പറഞ്ഞ് അവൻ അത് അവൾക്ക് നൽകിയിട്ട് അടുത്തുള്ള ഊഞ്ഞാലിരുന്ന് അവളോട് സംസാരിക്കുന്നു. കഴിക്കുന്നതിനിടയിൽ ശിവാൻജിയുടെ സ്പൂൺ താഴെ വീണപ്പോൾ ഞാൻ വേറെ സ്പൂൺ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുന്നു. ഇത്രയ്ക്ക് കെയർ ചെയ്യണമെങ്കിൽ ഇവൻ എത്ര പെൺപിള്ളേരെ പ്രേമിച്ചിട്ടുണ്ടാകും എന്ന് ശിവാൻജി അപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ചേച്ചിയുടെ വിഷമം കണ്ട് ജുൻജയ്ക്കും ശരിക്കും വിഷമമായതിനാൽ അവൻ വീട്ടിലേക്ക് പോകാതെ ഷിയാൻ്റെ അടുത്തേക്കാണ് പോയത്. അവൾ അവിടെ ഇല്ലാത്തതിനാൽ വെളിയിൽ തന്നെ കുത്തിയിരിക്കുന്നു. ഷിയാൻ വന്നപ്പോൾ നീ എന്താണ് ഈ തണുപ്പത്തിരിക്കുന്നത്, എന്നെ വിളിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ച് വഴക്ക് പറഞ്ഞുകൊണ്ട് അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അന്ന് രാത്രി ശിവാൻജി അച്ഛനെ അടുക്കളയിൽ സഹായിക്കാൻ കൂടുന്നുണ്ട്. ലൂഷ്യാനും അവിടെയുണ്ട്. ഇടയ്ക്ക് അച്ഛൻ അവളോട് എന്തോ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ അവൾക്ക് എത്താവുന്നതിനേക്കാൾ കൂടുതൽ ഉയരത്തിലായിരുന്നതിനാൽ ലൂഷ്യൻ പുറകിലൂടെ വന്ന് എടുത്തു കൊടുക്കുന്നുണ്ട്. അവൾക്ക് പൊക്കമില്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിനിടയിൽ നിന്റെ പൊക്കത്തിനനുസരിച്ച് കബോർഡ് ഉണ്ടാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചാൽ പോരെ എന്നവൻ കളിയാക്കി ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ ശിവാൻജിക്ക് പെട്ടെന്ന് എന്തോ ഐഡിയ തോന്നിനാൽ എനിക്ക് അത്യാവശ്യമായി ഓഫീസിൽ വരെ പോകണം എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഓടുന്നു. മാനുവൽ ഡിപ്പാർട്ട്മെൻറ്റ് ചീഫ് ജിൻ ജോലി കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴാണ് ശിവാൻജി ഓടിക്കുതച്ചെത്തിയത്. അത്ലറ്റിൻ്റെ വീട് വൃത്തിയാക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചു എന്നവൾ സന്തോഷത്തോടെ പറയുന്നു. അദ്ദേഹത്തിന് കാലിന് സ്വാധീനമില്ലാത്തതിനാൽ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ ചെന്ന് വൃത്തിയാക്കി കഴിയുമ്പോൾ സാധനങ്ങളെല്ലാം സ്ഥാനം മാറ്റി വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം നമ്മളെ വീട്ടിലേക്ക് കയറ്റാഞ്ഞത്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ജോലി പൂർത്തിയാക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയാൽ നമുക്കവിടെ ക്ലീൻ ചെയ്യാൻ സാധിക്കും എന്നവൾ പറയുന്നു. സമയം എത്രയായി എന്ന് പോലും ഓർക്കാതെ ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രം ഓടി വന്ന അവളുടെ ജോലിയോടുള്ള ആത്മാർത്ഥത അദ്ദേഹം അഭിനന്ദിക്കുന്നുണ്ട്. ഈ സമയം ജോലി കഴിഞ്ഞ് പോകാൻ ഇറങ്ങി വരുന്ന റെൻഷി അവരെ കണ്ടവിടെ നിന്ന് തന്നെ അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നു. ബോസ് നിന്റെ ആത്മാർത്ഥതയെക്കുറിച്ച് അറിഞ്ഞാൽ ശരിക്കും ഹാപ്പിയാകും. നിന്നെ ജോലിക്ക് എടുക്കുന്നത് അദ്ദേഹത്തിന് ആദ്യം എതിർപ്പായിരുന്നു. പക്ഷേ അത് വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് ബോസിനെ ശരിക്കും ഇഷ്ടമാണ് എന്ന് അവൾ പറയുന്നു. റെൻഷിയും ചീഫും അത് കേട്ട് ഒരുപോലെ ഞെട്ടുന്നുണ്ട്. ബാക്കി കേൾക്കാൻ പോലും നിൽക്കാതെ അതെ ഞാൻ വിചാരിച്ചതൊക്കെ ശരിയാണ്, അവൾക്കെന്നെ ശരിക്കും ഇഷ്ടമാണെന്നൊക്കെ ചിന്തിച്ച് ഞാനിത് കേട്ടു എന്ന് അവൾ അറിയണ്ട എന്ന് കരുതി റെൻഷി മുകളിലേക്ക് തന്നെ തിരികെ കയറി പോകുന്നു. ഇപ്പോഴാണ് ബോസ് ശമ്പളം തരുമ്പോൾ എനിക്ക് അദ്ദേഹത്തെ ശരിക്കും ഇഷ്ടമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് അവൾ പറയുന്നത്. തിരികെ ഓഫീസിലെത്തിയ റെൻഷി കുറേ സമയം ഇരിപ്പുറയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അപ്പോഴാണ് ശിവാൻജിയുടെ കപ്പിനെക്കുറിച്ച് അവൻ ഓർമ്മ വന്നത്. അവളുമായി ക്ലോസ് കോൺടാക്ട് വരുമ്പോൾ ഇപ്പോൾ തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി അവൻ ആ കപ്പെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കുടിച്ചു നോക്കുന്നുണ്ട്. തനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന അത്ഭുതത്തോടെയാണ് അവൻ തിരിച്ചറിഞ്ഞത്. മൂഡ് ഓഫ് ആയിരുന്ന ജുൻജയ് ഷിയാൻ അകത്തേക്ക് കൊണ്ടുപോയി കഴിക്കാൻ ഫുഡൊക്കെ നൽകിയിട്ട് അവൻ്റെ മൂഡ് ഓഫ് മാറ്റാൻ വേണ്ടി പലതും പറയുന്നു. നാളെ നടക്കാൻ പോകുന്ന കോളേജ് എൻട്രൻസ് എക്സാമിനേഷൻ ടെൻഷനായിരിക്കും അവന് എന്നാണ് അവൾ കരുതിയത്. എന്നെക്കൊണ്ട് വീടിനൊരു ഉപകാരവുമില്ല, അച്ഛനും ചേച്ചിയും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണെന്നൊക്കെ അവൻ വിഷമത്തോടെ പറയുന്നു. നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തിനാണ്? നീ ഒരിക്കലും അവർക്കൊരു ഭാരമല്ല. നാളെ ഒരിക്കൽ നീ ആയിരിക്കും കുടുംബത്തിനെ താങ്ങി നിർത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ ചിയറപ്പ് ചെയ്യുന്നുണ്ട്. റെൻഷി ശിവാൻജിയുടെ കപ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതെന്തൊരു ഡിസൈനാണ്, അവളുടെ ടേസ്റ്റ് ഭയങ്കര ഹൊറിബിൾ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗ്ലാസും എടുത്ത് വെച്ച് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നത്. ഞാൻ പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടും അമ്മ എങ്ങനെ അകത്ത് കയറിയെന്ന് അവൻ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ താക്കോലുണ്ടെന്ന് അവർ പറയുന്നു. ക്ഷീണം തീർക്കാൻ അവൻ്റെ മുന്നിലിരുന്ന കപ്പിലെ വെള്ളം എടുത്ത് അമ്മ കുടിക്കുന്നു. അമ്മ കപ്പ് താഴെ വെച്ചതും അവൻ വേഗം അതെടുത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അവനെ എങ്ങനെങ്കിലും വാങ്ഷിയാനുമായി സെറ്റപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അമ്മ. അതിനുവേണ്ടി അവളുടെ ഒരു വീഡിയോ അവനെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അവൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും നീ ഇതൊന്ന് കേട്ട് നോക്കൂ, അവളെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അമ്മ വീഡിയോ അവൻ്റെ മുന്നിൽ പ്ലേ ചെയ്ത് വെക്കുന്നു. പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു അത്. നമ്മൾ പ്രണയത്തിൽ അകപ്പെട്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്ന ചോദ്യത്തിന് വാങ്ഷിയാൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം തന്നെ എനിക്ക് ഇപ്പോൾ ഉണ്ടല്ലോ എന്ന് റെൻഷിക്ക് തോന്നിയെങ്കിലും പക്ഷെ അവളെ താൻ പ്രണയിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കാൻ മനസ്സിലാത്തത് കൊണ്ട് വെറുതെ മണ്ടത്തരമാണ്, എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ് അത് അമ്മയ്ക്ക് തിരികെ നൽകിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. എക്സാം ദിവസം രാവിലെ തന്നെ ശിവാൻജി ജുൻജയെ വിളിച്ചുണർത്തുന്നു. ഭക്ഷണം കഴിപ്പിക്കാനും പരീക്ഷയ്ക്ക് വേണ്ട അവസാന ടിപ്പുകൾ പറഞ്ഞു കൊടുക്കാനും ഒക്കെ അച്ഛനും ചേച്ചിയും കൂടി അവൻ്റെ കൂടെ ഇരുന്ന് അവനെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. അവനെ എക്സാം സെൻറ്ററിലേക്ക് ഷിയാൻ കാറിൽ കൂട്ടിക്കൊണ്ട് പോകുന്നു. അവളുടെ ഡ്രൈവിങ്ങിൻ്റെ സ്പീഡ് കാരണം അവിടെ എത്തിയപ്പോഴേക്കും അവനെ വാൾ വെക്കാനുള്ള ടെൻഡൻസി തോന്നിയിരുന്നു. ഈ അവസ്ഥയിൽ നിനക്ക് പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ച് ഷിയാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഇപ്പോൾ ഇവിടെ എനിക്ക് കോൺഫിഡൻസ് തരാൻ എൻ്റെ ഫാമിലി ആരും വന്നിട്ടില്ലല്ലോ, നീ മാത്രമല്ലേ ഉള്ളൂ,
എനിക്ക് കോൺഫിഡൻസിന് വേണ്ടി എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞ് അവൻ കൈ നീട്ടുന്നു. ചെറുതായി ഒന്ന് കെട്ടിപ്പിടിച്ചേക്കാമെന്ന് കരുതി അവൾ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ അവളെ നല്ല ഫോഴ്സിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശിവാൻ ശരിക്കും ഞെട്ടുന്നു. ജോൻജ ടെൻഷനൊന്നുമില്ലാതെ ഹാപ്പിയാണ് അകത്തേക്ക് കയറിപ്പോയത്. ശിവാൻജി എന്ന തൻ്റെ പുതിയ പ്ലാനുമായി അത്ലറ്റിൻ്റെ വീട്ടിലെത്തുന്നു. അയാൾ വാതിൽ തുറക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് പുറത്തുനിന്ന് അയാളുടെ ഇപ്പോഴത്തെ ഹൈറ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിലുള്ള പ്ലാനുമായാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അവൾ വിളിച്ചു പറയുന്നു. അയാൾ ദേഷ്യപ്പെട്ട് വാതിൽ തുറക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എനിക്ക് നിങ്ങളുടെ സേവനം ആവശ്യമില്ല എന്ന് തന്നെയാണ് അയാൾ പറഞ്ഞത്. വാതിൽ തുറന്നു കിട്ടിയ ഗ്യാപ്പിൽ ശിവാൻജി അവളുടെ കാലെടുത്ത് അകത്തേക്ക് വെച്ചിരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളുടെ സഹതാപം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അയാൾ വാതിലടയ്ക്കുന്നു. അവൾക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട്. അയാൾ അവളുടെ പേരിൽ കമ്പനിയിൽ വിളിച്ച് പരാതിയും പറയുന്നു. ശിവാൻജി മടങ്ങിയെത്തിയപ്പോൾ അല്ലെങ്കിൽ തന്നെ മാനുവൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിലനിൽപ്പ് അപകടത്തിലാണ്. ഇതുകൂടിയാകുമ്പോൾ ബോസ് കൂടുതൽ ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് മറ്റു ജോലിക്കാരെല്ലാം അവളെ കുറ്റപ്പെടുന്നു. പക്ഷേ ചീഫ് അവളെ അരികിലേക്ക് വിളിച്ചു നിർത്തിയിട്ട് അവൾ നമ്മളെ സഹായിക്കാനാണ് നോക്കിയത്, കുറ്റം പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ എടുത്തുചാട്ടം കൊണ്ട് നിങ്ങളെല്ലാവരും ടെൻഷൻ അടിക്കേണ്ടി വന്നതിന് ശിവാൻജി ബാക്കിയുള്ളവരോട് മാപ്പ് പറയുന്നുണ്ട്. ബോസ് ഇക്കാര്യം അറിയുമ്പോൾ തന്നെ കൂടുതൽ കുറ്റപ്പെടുത്തുമല്ലോ എന്ന ടെൻഷനോടെയാണ് അവനോട് കാര്യം പറയാൻ അവൾ റെൻഷിയുടെ ഓഫീസിലേക്ക് കയറി ചെന്നത്. പക്ഷേ ആ സമയത്ത് അവനോട് ഉണ്ടായിരുന്നില്ല. ബോസ് ഭയങ്കര വൃത്തിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഓഫീസ് ക്ലീൻ ചെയ്തിട്ടാൽ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നതിൻ്റെ അളവ് കുറഞ്ഞേക്കുമെന്ന് കരുതി അവൾ ആ മുറി വൃത്തിയാക്കാൻ തുടങ്ങുന്നു. അവൾ ടേബിളിൻ്റെ പുറകിൽ താഴെ നിന്ന് ചെയർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് റെൻഷി ഡോങ്ഷിക്കൊപ്പം അവിടേക്ക് വന്ന് കയറിയത്. തലേ ദിവസത്തെ വാങ്ഷിയാൻ്റെ ഷോയെക്കുറിച്ച് ഡോങ്ഷി അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ബോസിനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബോസിന് ശിവാൻജിയുടെ പ്രണയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഡോങ്ഷി പറയുന്നു. അവൾ അവിടെ ഇരിക്കുന്നത് അവർ അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഡോങ്ഷിയുടെ മുന്നിൽ അത് അംഗീകരിച്ചെടുക്കാൻ മനസ്സിലാത്തതുകൊണ്ട് നീ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് അവളോടൊരു ഫീലിങ്സും ഇല്ല. അവൾ എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യം വെച്ചാണ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അവൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഉടനെ പറഞ്ഞു വിടാം എന്ന ഉദ്ദേശത്തോടെ ഞാൻ അവളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നേ ഉള്ളൂ എന്നവൻ പറയുന്നു. ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് കേട്ടതും അവൾ എഴുന്നേറ്റ് നിന്ന് ബോസിന് എന്നെ പറഞ്ഞു വിടാൻ ഇത്രയ്ക്ക് ആഗ്രഹമാണോ എന്ന് ചോദിക്കുന്നു. പുറകിൽ നിന്ന് ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. ശിവാൻജിയെ കണ്ട് തങ്ങൾ സംസാരിച്ചതെല്ലാം അവൾ കേട്ട് കാണുമല്ലോ എന്നോർത്ത് റെൻഷി ആകെ അബദ്ധക്കാരനായി നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക.